അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിജി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ. ഞാൻ കടുത്തുരുത്തിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 ഫെബ്രുവരി മാസത്തിലാണ്. ഇവിടെ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട്, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ഉള്ളൊരു ഉടമ്പടിയാണ് ഞാൻ വെച്ചിരുന്നത്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചു. അമ്മ മാതാവ് എനിക്കതുപോലെ അതിൻ്റെ എക്സാമൊക്കെ എഴുതണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ എക്സാമിന് പോണ സമയത്ത് കാശ് രൂപവും ഇവിടുന്ന് ലഭിച്ച ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എക്സാമൊക്കെ പാസ്സാകാൻ സാധിച്ചു. പ്രോമെട്രിക് എക്സാമായിരുന്നു. അത് പാസ്സാകാനായിട്ട് എനിക്ക് സാധിച്ചു. അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. പാസ്സാകില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് തന്നെ മാതാവിനോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഖത്തർ പ്രോമെട്രിക്കാണ് എഴുതിയത്. അത് പാസ്സാകാൻ എന്നെ സഹായിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം സാമ്പത്തികമായിട്ട് പോകുന്നതിന് ഒരുപാട് പൈസ ആവശ്യമായിരുന്നു. ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ലോൺ എടുക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. എങ്കിലും ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയാണ് എനിക്ക് പൈസ ലഭിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അമ്മ മാതാവ് ഇടപെട്ടതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. എനിക്ക് പോകാനുള്ള എല്ലാ സാമ്പത്തിക നടപടികളും എനിക്ക് സാധിച്ചു തന്നു അമ്മ. എനിക്ക് അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. പിന്നെ എൻ്റെ മോന് അലർജിക്ക് ആസ്മയുടെ ഒരു അസുഖമുണ്ട്. അവനാണെങ്കിൽ പൊടി അടിക്കാൻ മേല. അവൻ ഒരാഴ്ച സ്കൂളിൽ പോയാൽ അടുത്ത ആഴ്ച അവന് സ്കൂളിൽ പോകാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ലീവ് ലെറ്റർ എഴുതുന്ന ഡയറിയുടെ പേപ്പർ തീരുന്നവരെയും ഞങ്ങൾക്ക് എഴുതേണ്ട ഒരവസ്ഥയായിരുന്നു. ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു അസ്വസ്ഥതയായിരുന്നു. അവന് ഒരു 2 വയസ്സ് ആ സമയം തൊട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൻ ഇൻഹേലർ എടുക്കേണ്ട ഒരു അവസ്ഥ വരെ എത്താറുള്ളതാണ്. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അമ്മ മാതാവിനോട് കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്നും. അതിൻ്റെ ഫലമായിട്ട് 1 വർഷമായിട്ട് അവൻ ഇൻഹേലർ എടുക്കേണ്ട ഒരാവശ്യം വന്നില്ല. അല്ലാതെ അമ്മ അവനെ പൂർണ്ണമായും അമ്മയുടെ ഇടപെടലിലൂടെ അവന് ലഭിച്ച സൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. അതല്ലാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ കൂടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. എനിക്ക് ആദ്യ സമയങ്ങളിലൊന്നും മാതാവിനോട് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പപ്പയാണേലും വളരെ ഒരു മരിയ ഭക്തനായിരുന്നു. എങ്കിലും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് മാതാവിൻ്റെ രൂപമാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിന് എന്നെ ആവശ്യമുണ്ടല്ലേ, മാതാവ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അതിനുശേഷമാണ് എനിക്ക് മാതാവിനോട് ഒരു വലിയ ഒരു സ്നേഹവും ഒക്കെ ഉണ്ടായി. അതെൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് അനുഭവമാക്കി തന്നു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തനം, ഞാനൊരു നേഴ്സാണ്. ആദ്യ സമയങ്ങളൊക്കെ തിരക്കുള്ള സമയത്ത് പേഷ്യൻസൊക്കെ നമ്മളോട് എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേന് നമുക്കൊരു മനസ്സിലൊരു ദേഷ്യം തോന്നാറുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു, ഇതെനിക്കൊരു അവസരമാണല്ലോ, അങ്ങനെ എനിക്ക് തോന്നി, നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ളൊരു അവസരമാണല്ലോ എന്ന് മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ അവരോട് ഇടപെടാനും അവർക്ക് ഒരുപാട് ആശ്വാസം നൽകുവാനും എനിക്ക് സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കൃപാസനത്തിലെ പത്രം കഴിവതും എല്ലാവർക്കും പ്രാർത്ഥനയോടെ കൊടുക്കും. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുവചനം. അവൻ ബഥനിയായിൽ കുഷ്ഠരോഗിയായി ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു വെൺകൽഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. അവൾ ഭരണി തുറന്ന് അത് അവൻ്റെ ശിരസിലൊഴിച്ചു. ബിജിമോൾ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഈശോ അവർക്ക് പ്രാപിച്ചു കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ്. പ്രോമെട്രിക് എക്സാം എഴുതുന്ന സമയത്ത് വളരെ ആശങ്കയുണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം വിശ്വാസം ഏറ്റുപറഞ്ഞ് ആ പരീക്ഷ വളരെയധികം നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാനായി സാധിച്ചതിന് ഈശോയ്ക്ക് നന്ദി പറയുന്ന ഒരു സാക്ഷ്യമാണിത്. അവരുടെ ജീവിതസ്ഥിതിയിൽ ഒരു വാടക വീട്ടിലുള്ള അവരുടെ ജീവിതത്തിലെ സങ്കടം
അവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഒരു വീടുണ്ടായതും മകനെ 2 വയസ്സ് മുതലുള്ള ആസ്മ എന്ന അസുഖം അവരെ കുടുംബത്തെ വളരെയധികം ഉലച്ചിരുന്ന, വളരെയധികം സങ്കടപ്പെടുത്തിയിരുന്ന ഒരു അവസ്ഥയെല്ലാം അവരെ ഏറ്റുപറഞ്ഞ് സൗഖ്യം ലഭിച്ചതിന് നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയെ മാത്രമാണ് സ്വർഗം അഡ്രസ്സ് ചെയ്യുന്നത് കൃപ നിറഞ്ഞവൾ എന്ന്. പരിശുദ്ധ അമ്മയുടെ ആ കൃപ നിറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മയെല്ലാം പങ്കുകാരാക്കുന്നത് ഈ ഉടമ്പടി ജീവിതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിജിമോളുടെ കുടുംബത്തിന് അധികം അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അവർക്ക് പ്രാപിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് കൃപ നിറഞ്ഞവരാവാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി നാം ചെയ്യുന്നതും നമ്മൾ അതിനോട് വളരെയധികം വിശ്വസ്തത പുലർത്തുന്നതും. നാം എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന കണ്ടീഷൻസ് എല്ലാം നാം കൃത്യമായി പാലിക്കുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ നാം കൃത്യമായി എല്ലാ ചൊവ്വാഴ്ചകളിലും കൃത്യമായി നാം ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഒരുവിധമൊക്കെ ഒരു 90% നമുക്ക് നന്നായി ജീവിക്കുവാനും അത് കൃത്യമായി പാലിക്കുവാനും ഇവിടെ നിന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾ 10 കൽപ്പനകൾ അനുസരിച്ച് തന്നെ ജീവിക്കുവാനുള്ള കാര്യങ്ങൾ, കത്തോലിക്ക സഭയിൽ ജീവിക്കുവാനുള്ള കാര്യങ്ങളാണ് ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന അറിയിപ്പുകളെല്ലാം. അതുപോലെ തന്നെ രാവിലെയുള്ള ഡെയിലി ബ്രെഡിലൂടെയുള്ള പ്രാർത്ഥനകൾ, നാം എപ്പോഴും ഈശോയോട് അഭിപ്രായം ചോദിക്കുന്നവരും ഈശോയുടെ തീരുമാനങ്ങൾ നാം സ്വന്തമാക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, ആദ്യം ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈ സ്ത്രീ വന്ന് ഈശോയുടെ കാലിൽ സുഗന്ധം പൂശിയപ്പോൾ അവിടെ നിന്ന് ഉയർന്നു വന്ന ആ ഒരു സുഗന്ധം പോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം. നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെ ഒരുപാട് മക്കൾക്ക് നാം വിശ്വാസം കൈമാറാനും മറ്റുള്ളവരെ ഈശോയിലുള്ള സ്നേഹം ആഴപ്പെടുത്താനും സാധിക്കുന്നെങ്കിൽ നമ്മുടെ ഈ ഉടമ്പടി ജീവിതം കത്തിപ്പടരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിജിമോൾക്കും കുടുംബത്തിനും ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് ഇവർ നന്ദി പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധമ്മ ഇടപെടുന്നു. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധമ്മ വീണ്ടും ഇടപെട്ടുകൊണ്ടിരിക്കും. ഈശോയുള്ള വിശ്വാസം അവർ ആഴപ്പെടുത്തുമെന്നൊക്കെയാണ് ഈ നിശബ്ദമായി അവരുടെ ജീവിതത്തിലൂടെ അവർ ഏറ്റുപറയുന്നത്. ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.